കല്യാണ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, വേർ ഈസ് ദ ന്യൂസ് ഓഫ് ദ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ സ്റ്റാമ്പേഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിക്കുന്നു റെയിൽവേ. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും നൽകും. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 18ആയി. റെയിൽവേയുടെയും കേന്ദ്ര സർക്കാരിന്റെയും അനാസ്ഥയാണ് ദുരന്തത്തിനിടയാക്കിയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അപകടമുണ്ടായത് തിക്കിലും തിരക്കിലുമെന്ന് ദൃക്സാക്ഷി വേദ് പ്രകാശ് 24 പറയുകയും ചെയ്തു. जा रहे थे नहाने के लिए। कितना भीड़ है उधर से? बहुत भीड़ था। आपका प्लेटफॉर्म नंबर 14 नंबर। भीड़ देखा सीढ़ियों में, जब जिस हम सीढ़ियों के ऊपर चढ़े थे जब सारा वो था, बाद में आई हो तो आई हो जी। ബൽറാം നെടുങ്ങാടി വിവരങ്ങളോ ചേർന്നു ഡൽഹിയിൽ നിന്നും. ബൽറാം, കുംഭമേളയിൽ തിക്കും തിരക്കും ഉണ്ടാകുന്നു, അതിൽ ദുരന്തമുണ്ടാകുന്നു. കുംഭമേളയിലേക്ക് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ തിക്കും തിരക്കും ഉണ്ടാകുന്നു, അവിടെയും ദുരന്തമുണ്ടാകുന്നു. എന്തൊരു കഷ്ടമാണ് എന്ന് പറഞ്ഞാൽ. ഈ തിക്കും തിരക്കും നേരത്തെ ഉണ്ടാകുമെന്ന് അറിയാവുന്നതാണ്. അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് ഈ ദുരന്തത്തെപ്പറ്റി ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ ബൽറാം? ഹഷ്മി, ഞാനിപ്പോൾ ഉള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ അപകടമുണ്ടായ പ്ലാറ്റ്ഫോം നമ്പർ 16-ൻ്റെയും 15, 14 എന്നിവയെ ബന്ധിപ്പിക്കുന്ന പാതയുടെ മുകളിലാണ്. നമുക്ക് കാണാം ഈ ദൃശ്യങ്ങളിൽ തന്നെ ഒരു ട്രെയിൻ വന്നിറങ്ങിയ 14 നമ്പർ പ്ലാറ്റ്ഫോമിൽ ഒരു ട്രെയിൻ വന്ന് ഇറങ്ങി അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത്. ഇന്നലെ ഈ അപകടമുണ്ടാവുന്നത് രാത്രി 8:30-നും 10:30-നും ഇടയ്ക്കുള്ള സമയത്താണ്. ഈ സമയത്ത് ഇതിൻ്റെ 4 ഇരട്ടിയിലേറെ ആളുകൾ ഈ ഭാഗത്ത് എത്തിപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ മഗധ എക്സ്പ്രസ് അടക്കം 2 ട്രെയിനുകൾ പ്ലാറ്റ്ഫോം നമ്പർ 14, 15 എന്നിവയിലുണ്ടായിരുന്നു. കൂടാതെ 2 ട്രെയിനുകൾ വൈകി ഓടിയിരുന്നു. അത് സ്വതന്ത്ര സേനാനി എക്സ്പ്രസും രാജധാനി എക്സ്പ്രസും വൈകിയാണ് സർവീസ് നടത്തിയത്. ഇതുകൂടാതെ ഒരു സ്പെഷ്യൽ ട്രെയിൻ പ്രയാഗ്രാജിലേക്ക് സർവീസ് നടത്തും എന്ന പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ 5 ട്രെയിനിലെ ആളുകൾ ഈ 3 പ്ലാറ്റ്ഫോമുകളിലായി എത്തുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് ഒപ്പം തന്നെ ആണ് 12 നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തുമെന്ന് അറിയിച്ചിരുന്ന മറ്റൊരു ട്രെയിൻ 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയതായുള്ള അറിയിപ്പും വന്നത്. ഇതോടുകൂടി 12 നമ്പറിൽ നേരത്തെ എത്തിയിരുന്ന യാത്രക്കാർ അവർ ഭൂരിഭാഗവും 16 നമ്പർ പ്ലാറ്റ്ഫോം അതിനിടയ്ക്കുള്ള 13, 14, 15 പ്ലാറ്റ്ഫോമുകൾ മറികടന്ന് പോകാൻ ആരംഭിച്ചു. ഇത് കാണുന്ന ഉള്ള അതിന് നിന്നും പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇറങ്ങാനുള്ള കോണിപ്പടികൾ ഇവയിൽ മുഴുവനായും ആളുകൾ തിങ്ങി നിറയുന്ന സാഹചര്യം ഉണ്ടായത്. ഇതാണ് വലിയ അപകടത്തിലേക്ക് നയിച്ചത്. 2 ഇടങ്ങളിൽ തിക്കും തിരക്കും ഉണ്ടായിട്ടുണ്ട്. 14, 15 പ്ലാറ്റ്ഫോമിലും 16 നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും എസ്കലേറ്ററിൽ ഇറങ്ങുന്ന വഴിയിലുമാണ് 2 അപകടങ്ങൾ ഉണ്ടായത്. ഇതിൽ 18 പേർ മരിച്ചിരിക്കുന്നു. എന്നാൽ മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് ഇവിടെ ആ സമയത്തുണ്ടായിരുന്ന ദൃക്സാക്ഷികളടക്കമുള്ളവർ പറയുന്നത്. മരിച്ച നിലയിലാണ് ഈ 18 പേരിൽ 15 പേരെയും LNJP ആശുപത്രിയിൽ എത്തിച്ചത്. 3 പേർ ഉള്ളതാകട്ടെ ലേഡി ഹാർഡിംഗ് മെഡിക്കൽ കോളേജിലാണ്. ഈ അപകടത്തിൽ കടുത്ത പ്രതികരണങ്ങൾ സർക്കാരിനെതിരെ വന്നിരിക്കുന്നു. അനാസ്ഥയാണ് ഇതിന് കാരണം എന്ന ആരോപണം ഉയർന്നിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന്. അതേസമയം ഈ അപകടത്തിന്റെ തീവ്രത മറച്ചുവെക്കാൻ അല്ലെങ്കിൽ അപകടം തന്നെ മറച്ചുവെക്കാൻ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ശ്രമം ഉണ്ടായി എന്നുള്ള ആക്ഷേപമാണ് ഉയരുന്നത്. അപകടം ഉണ്ടായി 10 മണിയോടുകൂടി തന്നെ LNJP ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നു. എന്നാൽ 11:11 റെയിൽവേയുടെ പ്രതികരണം വന്നത് ഇത്തരത്തിൽ പ്രചരിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്ന പ്രതികരണമാണ് നടത്തിയത്. ആ ഒരു സമയത്തേക്ക് എന്നാൽ റെയിൽവേ ഉദ്യോഗസ്ഥർ തന്നെ ഫയർഫോഴ്സിനെ ഉൾപ്പെടെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനും അപകട സ്ഥലത്തു നിന്നും സാധന സാമഗ്രികൾ നീക്കം ചെയ്യുന്നതിനുമായി നിയോഗിച്ചിരുന്നു എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ അപകട വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉയരുന്നു. ഒപ്പം തന്നെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സംഭവത്തെക്കുറിച്ച് നടത്തിയ ആദ്യ പ്രതികരണം, അദ്ദേഹത്തിന്റെ എക്സാൻഡിൽ നടത്തിയ പ്രതികരണത്തിൽ മരണം ഉൾപ്പെടെ സ്ഥിരീകരിച്ചിരിക്കുന്നു. മരിച്ചവർക്ക് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയെങ്കിൽ പിന്നീട് അത് നീക്കം ചെയ്ത് എഡിറ്റ് ചെയ്ത് ആണ് അദ്ദേഹം വീണ്ടും ഒരു സന്ദേശം എക്സിൽ പങ്കുവച്ചത്. ഇത്തരത്തിൽ ഈ അപകടത്തിന്റെ തീവ്രത മറച്ചുവെക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നും ഇത്രത്തോളം പേർ ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ച് തീർത്ഥാടകർ തന്നെയാണ്, പ്രയാഗ്രാജിലേക്കുള്ള തീർത്ഥാടകർ തന്നെയാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെയും, അതിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് ബഹുഭൂരിപക്ഷവും എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്രത്തോളം തിരക്ക് ഉണ്ടാകുമ്പോഴും അത് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുകയും ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായി ടിക്കറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്തതാണ് ഏറ്റവും വലിയ വിമർശനത്തിന് വിധേയമായി. ആളുകൾ മരിക്കുന്നത് രാജ്യത്ത് പതിവാകുന്ന വല്ലാത്ത സങ്കടകരമായ വേദനാനിർഭരമായ കാഴ്ചയുണ്ട്. മാത്രമല്ല ഇതൊക്കെ നമുക്ക് നേരത്തെ ആന്റിസിപ്പേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്
മഹാകുംഭമേളയാണ്, വലിയ തിരക്കുണ്ടാകും. അവിടെ ഒരു തിക്കിലും തിരക്കിലും ഒരു ദുരന്തം അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് സങ്കടകരമാണ് എന്നേ പറയാനുള്ള കാര്യത്തിൽ. വിനിത വിജയ് കൂടി ചേരുന്നുണ്ട്. വിനിത, 50-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് അതിൽ 18 മരണം സ്ഥിരീകരിക്കുന്നു. കൂടുതൽ മരണമുണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാമോ വിനിത? എന്താണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ? തീർച്ചയായും ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ 50-ലേറെ പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ലോക്നായക് ആശുപത്രിയിലാണ്. ഇവിടെ 15 പേരുടെ മൃതദേഹം ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ഈ 18 പേരാണ് മരിച്ചത്. 15 പേരുടെ മൃതദേഹം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലോക്നായക് ആശുപത്രിയിലും 3 പേരുടെ നേരത്തെ ബൽറാം സൂചിപ്പിച്ചതുപോലെ തന്നെ ലേഡി ഹാർട്ട് മെഡിക്കൽ കോളേജിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടെയുള്ള മൃതദേഹങ്ങളിൽ ഏതാണ്ട് 10 പേരുടെ മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഏതാണ്ട് പൂർത്തിയായെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് തന്നെ ഇവരുടെ മൃതദേഹങ്ങൾ ഇവരുടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നുമുണ്ട്. അതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ മറ്റ് പുറത്തുനിന്നുള്ളവരെ ഉൾപ്പെടെ അകത്ത് കയറുന്നതിലൊക്കെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ആംബുലൻസുകൾ പോകുന്നതിനും മറ്റുമായിട്ടുള്ളൊരു സജ്ജീകരണം കൂടിയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറുവശത്ത് കൂടിയാണ് രോഗികൾക്കൊക്കെ ആശുപത്രിക്കുള്ളിലേക്ക് കയറുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി കൂടുതൽ മരണസംഖ്യ അത് ഉയരാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ അപകടങ്ങൾ ഇങ്ങനെ പരിക്കേറ്റവരുടെയൊക്കെ നില ഇവിടെയുള്ള ആശുപത്രിയിൽ 12 പേര് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ 2 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നുണ്ട്. ഏതാണ്ട് 50ഓളം പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇതിൽ 18 പേർ മരിച്ചതിൽ 5 പേർ കുഞ്ഞുങ്ങളാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. 9 പേർ സ്ത്രീകളാണെന്നും ഒപ്പം 4 പേർ പുരുഷന്മാരെന്നുമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. ബീഹാർ, ഹരിയാന, ഡൽഹി സ്വദേശികളൊക്കെയാണ് ഈ മരിച്ചവരിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ ആശുപത്രിയിൽ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആരോപണങ്ങൾ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നടക്കം ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. ഈ കുംഭമേളയോടനുബന്ധിച്ച് കൃത്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടതായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്രയും തിക്കും തിരക്കും ഉണ്ടാകുമ്പോഴും ഈ ടിക്കറ്റുകൾ നൽകുമ്പോഴും ഒക്കെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണമോ സുരക്ഷാ സംവിധാനമോ ഒന്നും തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം. അപ്പം തന്നെ KC വേണുഗോപാൽ അടക്കം ഇപ്പോൾ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഈ അപകടത്തിന്റെ ഒരു തീവ്രത അത് മറച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഇനിയും എത്ര പേർക്ക് ജീവൻ നഷ്ടമായി, ഇനിയും എത്ര പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്, ഇതിന്റെ ഒരു കൃത്യമായ കണക്കുകൾ ഔദ്യോഗികമായി നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ കണക്കുകൾ ഇനി എപ്പോഴാണ് ലഭിക്കുക എന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ സ്ഥിതിഗതികളൊക്കെ തന്നെ ആ യോഗത്തിൽ വിലയിരുത്തും. ഈ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ യോഗം ചേരുന്നത്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. ഈ പരിക്കേറ്റവർക്കും ജീവൻ നഷ്ടമായവർക്കും ഒക്കെ നഷ്ടപരിഹാരം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ് ഈ ചികിത്സയിൽ കഴിയുന്നവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ഉൾപ്പെടെ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. എന്താണെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലോക്നായക് ആശുപത്രിയുടെ പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആംബുലൻസുകൾ ഉള്ളിലേക്ക് പോകുന്നതിന് മറ്റുമായിട്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രിക്ക് മുന്നിൽ CRPF അടക്കമുള്ളവരെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസുണ്ട്. ഇങ്ങനെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് മറുവശത്ത് ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രോഗികൾക്കും മറ്റും കയറുന്നതിനും മറ്റുമായി പിൻവശത്തൂടെയുള്ളൊരു വഴിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു സ്ഥിതിഗതികളാണ് നിലവിൽ ഇവിടെ നിന്നിങ്ങനെ തുടരുന്നത്. ഹാഷ്മി, വിനിത വിജയാണ് ആശുപത്രിയിലെ വിവരങ്ങൾ നൽകിയത്. ബൽറാം നുരങ്ങടിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെ വിവരങ്ങൾ നൽകിയത്. ഏതോ ട്രെയിനിന്റെ യാത്രാസമയം മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ് തിക്കും തിരക്കും ഉണ്ടായതെന്നൊക്കെ പറയുന്നു. എങ്കിൽ കൂടിയും ഇത്രത്തോളം വലിയ ആളുകൾ ജനപങ്കാളിത്തമുള്ള കുംഭമേളയിൽ ഇത്രയും അധികം ആളുകൾ വരും എന്നറിയാമായിരുന്നു എന്ന് ഉറപ്പുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വല്ലാത്ത സാഹചര്യം ഉണ്ടായത് എന്ന് കൃത്യമായ പരിശോധന ഉണ്ടാവട്ടെ. തെറ്റുകാരുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ശിക്ഷ കിട്ടട്ടെ.